ദീപാലങ്കാരം കാത്തിരുന്ന നാട്ടുകാർക്ക് മുന്നിലേക്ക് കലാവിരുന്നുമായി കൊച്ചു കലാകാരന്മാർ. ഒരു കലോത്സവത്തിന്റെ ആ ഒരു ഫീൽ തന്നെ വന്നു. അപ്പം നല്ല സന്തോഷത്തിലാണ്. ഇങ്ങനൊരു വേദി കിട്ടിയാൽ നമ്മൾ എല്ലാവരും നല്ല പ്ലസ്ഡ് ആണ്. പിന്നാലെ മന്ത്രിയും പൗരപ്രമുഖന്മാരും ചേർന്ന് ദീപാലങ്കാരത്തിന് മേഴ് തുറന്നു. കുട്ടികളും മുതിർന്നവരും ആഘോഷത്തിമിർപ്പിലേക്ക്. കോഴിക്കോട് ഇങ്ങനെയുള്ള ഓരോ മാറ്റങ്ങളാണ് വേണ്ടത്. നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരു അവസരമാണല്ലോ. വെക്കേഷനൊക്കെ അല്ലേ, അപ്പൊ കുട്ടികൾക്ക് വരാൻ പറ്റിയൊരു നല്ലൊരു. പാട്ടുകളും നൃത്തവുമായി കുട്ടികൾ തുമ്പികളെ പോലെ പാറി നടന്നു. ബാല്യകാലത്തിന്റെ ഓർമ്മകളുമായി മന്ത്രിയും ആഘോഷങ്ങൾക്കൊപ്പം ചേർന്നു. ചെറുപ്പത്തിൽ അന്ന് മാനാഞ്ചിറ സ്ക്വയർ അല്ലല്ലോ, മാനാഞ്ചിറയാണല്ലോ, നമ്മൾ സ്ഥിരം വരുന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, അത് ആ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ സന്തോഷിക്കും, അത് സർക്കാർ അതുപോലെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമാണ്. കുട്ടികൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കുടുംബമായിട്ട് വരുന്നവർക്ക് ഇതൊരു വലിയ സന്തോഷമായിരിക്കും. ഒരു പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഉണ്ടാകുന്നത്. വെളിച്ചത്തിൽ തീർത്ത കപ്പൽ കണ്ണിമ ചിമ്മാതെ കാണുകയാണ് ചിലർ. നല്ല ഉഷാറുണ്ട്, നല്ല ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരോടും പറയണം, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്നും ഇങ്ങനെയൊക്കെ ഒന്നും കണ്ടിട്ടില്ല. ഉള്ളിലേക്ക് വന്നപ്പോഴാണല്ലോ കാണുന്നത്. വ്യത്യസ്ത നിരീക്ഷണങ്ങളുള്ള ചിലരെയും അവിടെ നമ്മൾ കണ്ടു. വാസ്കോ ഡ ഗാമ വീണ്ടും ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ വഴിതെറ്റിപ്പോകപ്പെടും. കോഴിക്കോട് വലിയ ആഘോഷത്തിമിർപ്പിലാണ്. ആബാലവൃദ്ധം ജനങ്ങളും നഗരമധ്യത്തിലെ ഈ ദീപാലങ്കാരം കാണാൻ ഓടി ഒഴുകിയെത്തുന്നുണ്ട്. മനോജ് പയ്യന്നൂറിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.